ഹലോ, ഒരുപാട് ദിവസമായി വീഡിയോ ഒക്കെ ചെയ്തിട്ട് കുറച്ച് തിരക്കായിരുന്നു. ഇന്നൊരു പുതിയൊരു റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. പച്ചടിയാണ്. നമ്മൾ പച്ചടി ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയൊരു ഐറ്റമാണ്. നമുക്കതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഇതിലേക്ക് തേങ്ങയോ ഒന്നും അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഞാനിവിടെ എടുത്തിരിക്കുന്നത് വഴുതനങ്ങയാണ്. നല്ല ഫ്രഷ് വഴുതനങ്ങയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നമുക്ക് തേങ്ങ അരയ്ക്കുകയോ ഒന്നും വേണ്ട. നമുക്ക് വളരെ വേഗത്തിൽ ഉണ്ടാക്കിയെടുക്കാം. ഇനി നമുക്കതൊന്ന് അരിഞ്ഞെടുക്കണം. അതിനായിട്ട് നമ്മൾ വട്ടത്തിനാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത്. നമ്മൾ വെള്ളത്തിൽ വേണം അരിഞ്ഞിടാൻ. അതിനൊരു കറയുണ്ട്, അതുകൊണ്ട് ആ കറ പോകുന്നതിന് വേണ്ടിയിട്ടാണ് വെള്ളത്തിൽ അരിഞ്ഞിടുന്നത്. ഇതെല്ലാം ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി വെള്ളമൊക്കെ മാറ്റി നമുക്കതൊന്ന് ഊറ്റിയെടുക്കാം. പിന്നെ അതെല്ലാം വെള്ളമൊക്കെ മാറ്റിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലോട്ടൊന്ന് മസാല തേച്ച് പിടിപ്പിക്കാം. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് ചേർത്ത് കൊടുക്കാം. കുറച്ച് മുളക് പൊടി, ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, ഇതൊക്കെ അതിലോട്ട് ചേർക്കാം. നമുക്ക് കൈകൊണ്ട് തന്നെ നന്നായിട്ട് അതിലൊക്കെ മസാല തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം. നമുക്ക് വേഗം ഉണ്ടാക്കിയെടുക്കാം. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണേ. എല്ലാം അങ്ങനെ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു ചീനിച്ചട്ടി അടുപ്പത്തോട്ട് വെച്ചിട്ട് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണയിൽ വേണം ഇതൊന്ന് നമുക്ക് വറുത്തെടുക്കാനായിട്ട്. നല്ല ചൂടായ വെളിച്ചെണ്ണയിലോട്ട് നമുക്കതെല്ലാം ഇട്ട് കൊടുക്കാം. നല്ല മുരിച്ച് വേണമെങ്കിലും എടുക്കാം. ഒരു ഹാഫ് ഫ്രൈ ആയിട്ട് നമുക്ക് എടുക്കാം. ഏതാണോ ഇഷ്ടം അതനുസരിച്ച് നിങ്ങൾക്ക് എടുക്കാം. ഇത് ഞാനിവിടെ ഒരുപാടങ്ങ് മൂത്ത് പോകാതെയാണ് ഞാനത് എടുത്തിരിക്കുന്നത്. കരിഞ്ഞു പോകാതെ നമുക്ക് റെഡി. കരിഞ്ഞു പോയാൽ അതിൻ്റെ ടേസ്റ്റ് തന്നെ മാറും. അതുകൊണ്ട് നമുക്ക് കരിഞ്ഞു പോകാതെ നമുക്കതൊന്ന് റെഡിയാക്കി എടുക്കാം. നന്നായിട്ട് മൂത്ത് വരട്ടെ. ഒരു മുക്കാൽ പരുവായിട്ടുണ്ട്. ഒരുപാടങ്ങ് കരിഞ്ഞു പോയിട്ടൊന്നുമില്ല. ഈ പരുവത്തിൽ വേണം നമുക്ക് എടുക്കേണ്ടത്. കുറച്ചുകൂടെ ഫ്രൈ ആക്കണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ആക്കിയെടുക്കാം. അതിനുള്ള ഒരുപാടങ്ങ് ഫ്രൈ ആക്കി എടുത്തിട്ടില്ല. ഇതാണൊരു ടേസ്റ്റ് കിട്ടുന്നത്. ഇനി നമുക്കതിന് വേണ്ടത് തൈരാണ്. ഇത് ഞാൻ വീട്ടിൽ തന്നെ ഉറവിച്ച തൈരാണ്. ഇതിൻ്റെ വീഡിയോ ഞാൻ ഉടനെ ഇടുന്നതാണ്. നല്ല കട്ട തൈരാണ് കിട്ടിയിരിക്കുന്നത്. കണ്ടോ, നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കതൊരു ബൗളിലോട്ട് മാറ്റാം. കുറച്ച് ആവശ്യത്തിന് നമുക്ക് തൈര് ചേർക്കാം. ഞാനിവിടെ ഒരു കപ്പോളം എടുത്തിട്ടുണ്ട്. അതുപോലെ നിങ്ങൾ ഈ വീഡിയോ കാണുന്നതോടൊപ്പം തന്നെ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോകരുതേ. നമുക്ക് ആവശ്യത്തിനുള്ളൊരു തൈര് എടുത്തിട്ടുണ്ട്. നമുക്ക് വെള്ളമൊന്നും ചേർക്കുകയൊന്നും വേണ്ട. നന്നായിട്ടൊന്ന് കലക്കിയെടുക്കാം. നല്ല കട്ട തൈരാണ് ഇതിന് വേണ്ടത്. നമ്മൾ വഴുതനങ്ങയിൽ ഉപ്പിട്ടുണ്ട് തന്നെ ഇതിൻ്റെ അകത്ത് ഉപ്പിടേണ്ട ആവശ്യമൊന്നുമില്ല. വേണമെങ്കിൽ കുറച്ച് ഉപ്പ് നിങ്ങൾക്ക് കുറച്ചുകൂടെ വേണമെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന വഴുതനങ്ങ അതിലോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി നമുക്ക് മിക്സ് ചെയ്തെടുക്കണം. എല്ലാം ഞാൻ അതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇത് നിങ്ങളിങ്ങനെ ചെയ്ത് നോക്കും. നല്ല ടേസ്റ്റ് ആയിരിക്കും. നമുക്ക് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയൊരു കറിയാണ്. നമ്മൾ തേങ്ങ അരച്ചൊക്കെയല്ല പച്ചടി വയ്ക്കുന്നത്. ഇങ്ങനെ ഒന്ന് വെച്ച് നോക്കിയാൽ തന്നെ അതിൻ്റെ ടേസ്റ്റ് തന്നെ നമുക്ക് മനസ്സിലാവും.
ഇതെല്ലാം നന്നായി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. തൈരിലിട്ട് വഴുതന കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ്. നിങ്ങളൊന്ന് ചെയ്ത് നോക്കൂ. അപ്പോൾ നമുക്ക് മനസ്സിലാവും ഇതിൻ്റെ ടേസ്റ്റ് എത്രമാത്രമാണെന്ന്. കണ്ടോ, നല്ല കട്ടി തൈര് വേണം ഇതിനായിട്ട് എടുക്കാനേ. നമുക്കിനി കടുക് വറുത്തെടുക്കാം. അതിനായിട്ട് നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. എപ്പോഴും താളിക്കാനായിട്ട് വെളിച്ചെണ്ണയാണ് നല്ല രുചി നമുക്ക് കിട്ടുന്നത്. എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കണം. നമുക്ക് ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ ചെറുതായിട്ട് അരിഞ്ഞ് അതിലോട്ട് ഇട്ടാൽ അത് അതിലോട്ട് ചേർത്ത് നല്ലൊരു മണം കിട്ടും നമുക്ക്. ഇപ്പം ഞാൻ അതൊന്നും ചേർക്കുന്നില്ല, ഞാൻ വെറും കറിവേപ്പില മാത്രമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നന്നായിട്ട് മൂത്ത് വരുമ്പോഴേക്കും നമുക്ക് നേരത്തെ നമ്മൾ തൈരും വഴുതനങ്ങയും കൂടി അതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. വറ്റൽമുളക് കൊണ്ട് അതിട്ട് കൊടുക്കാം. ഇപ്പോൾ എൻ്റെ കയ്യിൽ അതൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ 2 മാത്രം എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് അതിലോട്ട് ഒഴിക്കാം. നമ്മുടെ പച്ചടി റെഡി ആയിട്ടുണ്ട്. നല്ലൊരു ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് അറിയാൻ കഴിയുള്ളൂ ഇതിന് എത്രമാത്രം ടേസ്റ്റ് ഉണ്ടെന്ന്. അതുപോലെ നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടമായാലും എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും നിങ്ങൾ മറന്നു പോകരുത്. എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ നിങ്ങൾ കമൻറ്റ് ഇടുകയും വേണം. താങ്ക് യു.